പ്രിയ പ്രേക്ഷകരെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയ്ക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് സ്വപ്നത്തെക്കുറിച്ചാണ്. അത് ലോട്ടറി വിൽക്കുന്നവർക്കും ലോട്ടറി എടുക്കുന്നവർക്കുള്ള സ്വപ്നത്തെക്കുറിച്ചാണ്. ലോട്ടറി തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ലോട്ടറി വിറ്റൊന്നും കിട്ടാത്തൊരു അവസ്ഥയായിരുന്നുണ്ട്. അത് എന്താണ് അതിൻ്റെ കാരണം, അവർക്ക് കാണുന്ന സ്വപ്നം എന്താണെന്ന് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സ്വപ്നം എന്ന് പറയുന്നത് 3:30-ക്കും 4:30-ക്കും മടക്ക് കാണുന്ന സ്വപ്നം 3 മാസം കൊണ്ടും 4:30-ക്കും 5 മണിക്കും ഇടയിൽ കാണുന്നത് 1 മാസം കൊണ്ടും 5 മണിക്കും 5:20-നും കാണുന്ന സ്വപ്നങ്ങൾ 10 ദിവസം കൊണ്ട് മാത്രമേ ഫലിക്കുന്നുള്ളൂ. ഈ ലോട്ടറി തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരോടും വളരെ സ്നേഹത്തോട് പെരുമാറുന്നതും ജാതി മത വർഗ ഭേദമന്യേ എല്ലാവരെയും ഒരുപോലെ കാണുന്നവരാണ് ലോട്ടറി തൊഴിലാളികൾ. ലോട്ടറി തൊഴിലാളികൾ എന്ന് പറയുന്നത് അവരുടെ സ്വഭാവം എങ്ങനെയിരിക്കണം എന്ന് വെച്ചാൽ, പ്രസാദം വദനത്തിങ്കലും കാരുണ്യം ദർശനത്തിലും മാധുര്യം വാക്കിലും ചേർന്നുള്ളവൻ പുരുഷോത്തമൻ. ഇതേ സ്വഭാവക്കാരായിരിക്കണം ലോട്ടറി തൊഴിലാളികൾ. എല്ലാവരോടും നല്ല പെരുമാറ്റം, ഒരാൾക്കും ടിക്കറ്റ് കടം കൊടുക്കാൻ പാടില്ല. ഒരാളുടെ കീസയിൽ ഷർട്ടിൻ്റെ പോക്കറ്റിൽ ചില ആൾ കാണാം ടിക്കറ്റ് ഇട്ട് കൊടുക്കണം. ഒരിക്കലും തെറ്റായ പ്രവണത അത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് അവരെ അപമാനിക്കുന്നത് മാത്രമല്ല, മഹാലക്ഷ്മിങ്ങളെ കൈവിടും അങ്ങനെ ചെയ്താൽ. ഇനി നമ്മൾ സ്വപ്നത്തിൻ്റെ കാര്യത്തിലേക്ക് പോവാം. സ്വപ്നം എന്ന് പറയുന്നത് വെളുത്ത പുഷ്പം, അവില്, മലര്, കർപ്പൂരം ഇവ കണ്ട കുറച്ച് സമ്പത്ത് നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും. അതുപോലെ തന്നെ പഴം, ചക്ക, മാങ്ങ, മറ്റ് പഴങ്ങൾ എല്ലാം കണ്ടാൽ പല വഴിക്കും നിങ്ങളുടെ കയ്യിലേക്ക് പൈസ വന്നു ചേരും. പട്ടിയെ സ്വപ്നത്തിൽ കണ്ടാൽ ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരും. സർപ്പത്തെ സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ ദാരിദ്ര്യം തീരും. അതുപോലെ തന്നെ രാജാവിനെ സ്വപ്നത്തിൽ കാണും, രാജാവ് ഇപ്പം ഇല്ല, മുഖ്യമന്ത്രിയെ കണ്ടാൽ. മുഖ്യമന്ത്രിയെ സ്വപ്നത്തിൽ കണ്ടാൽ നിങ്ങൾ ഗവൺമെൻറ്റിൽ നിന്ന്, സർക്കാരിൽ നിന്ന് പല സഹായങ്ങളും കിട്ടും. അത് രോഗത്തിന് ചികിത്സയ്ക്കുള്ളതായിരിക്കാം, അല്ലെ സേവന പെൻഷനാകാം, അല്ലെ വീട് പണിക്കുള്ള എന്തെങ്കിലും ഒന്ന് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടും എന്നാണ് മുഖ്യമന്ത്രിയെ സ്വപ്നത്തിൽ കണ്ടാലുള്ള ഇത്. വേശ്യയെ സ്വപ്നത്തിൽ കണ്ടാൽ നിങ്ങളുടെ സമയം വളരെയധികം മോശമാണെന്ന് കാണിക്കുന്നു. ശക്തിപരമായി എന്തു തന്നെ കണ്ടാലും സമയം അത്യധികം ദോഷമാണ്. ഒരു അപകടമോ ഒരു രോഗമോ വരുവാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മത്സ്യത്തെ സ്വപ്നത്തിൽ കണ്ടാൽ വളരെയധികം സമയം മോശമാണ്, ഒരുപാട് ശത്രുക്കളിൽ നിന്നാണ് കാണിക്കുന്നത്. മത്സ്യം ഒരു ചടിയിൽ പൂണ്ട് കിടക്കുന്നതായി കണ്ടാൽ നിങ്ങൾക്ക് ശത്രുക്കൾ കൂടോത്രം ചെയ്തിട്ടുണ്ട് എന്നാണത് കാണിക്കുന്നത്. അതുകൊണ്ട് ഉടനെ ഒരു ജ്യോത്സ്യനെ സമീപിച്ച് അതിൻ്റെ പ്രതിവിധികൾ ചെയ്യേണ്ടതാണ്. അതിന് ലോട്ടറിക്കാർക്കുള്ള മറ്റ് ഫലങ്ങൾ പറയാം. സൂര്യനെ സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ 1 എന്ന അക്കം കൂടുതലുള്ള നമ്പർ എടുക്കുക. അവസാനത്തെ അക്കം 1 ആയിരിക്കണം. ചന്ദ്രനെയോ താമരയോ ഒരു കുളമോ നിങ്ങൾ സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ 2 എന്ന അക്കം കൂടുതലുള്ള നമ്പർ എടുക്കുക. അവസാനത്തെ അക്കം 2 ആയിരിക്കണം. ഒരു കൂട്ടം പന്നികൾ ചത്തുകിടക്കുന്ന നിങ്ങൾ കാണുകയാണെങ്കിൽ 3 എന്ന അക്കം കൂടുതലുള്ള നമ്പർ എടുക്കുക. അവസാന അക്കം 3 ആയിരിക്കണം. ഇത് പ്രത്യേകതയുണ്ട്. ഇത് ഫസ്റ്റ് പ്രൈസ് കിട്ടുവാനുള്ള ഒരു സ്വപ്നമാണിത്. കേരളത്തിൻ്റെ ഫസ്റ്റ് പ്രൈസ് കിട്ടുവാനുള്ള ഒരു സ്വപ്നം ഇത് മാത്രമേ കാണുന്നുള്ളൂ. അതുപോലെ തന്നെ 4ലേക്ക് വരുവാൻ 4 ഒരു സർപ്പത്തെ നിങ്ങൾ കാണുകയാണെങ്കിൽ 4 എന്ന അക്കം കൂടുതലുള്ള നമ്പർ എടുക്കുക. അവസാനത്തെ അക്കം 4 ആയിരിക്കണം. നോട്ടുകെട്ട്, ആന, മുസ്ലിം പണ്ഡിതൻ ഇവരെയൊക്കെ കാണുന്നെങ്കിൽ 5 എന്ന അക്കം കൂടുതൽ നമ്പർ എടുക്കുക. അവസാനത്തെ അക്കം 5 ആയിരിക്കുക. പുഷ്പം, പൂന്തോട്ടം, ഭഗവതി ഇവരൊക്കെ സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ 6 എന്ന അക്കം കൂടുതൽ നമ്പർ എടുക്കുക. അവസാനത്തെ അക്കം 6 ആയിരിക്കും. അതുപോലെ തന്നെ തീ കാണുക, അതുപോലെ തന്നെ മല അയിൽ തീ പടരുന്നതായി കാണുക, ഇങ്ങനത്തെയൊക്കെ കണ്ടാൽ 7 എന്ന അക്കം കൂടുതൽ നമ്പർ എടുക്കുക. അവസാനത്തെ അക്കം 7. കൃഷിക്കാരൻ, കന്നുകാലികൾ, പശു, ആട്, എരുമ ഇതൊക്കെ സ്വപ്നത്തിൽ കണ്ടാൽ 8 എന്ന അക്കം കൂടുതൽ നമ്പർ എടുക്കുക. അവസാനത്തെ അക്കം 8 ആയിരിക്കുക. ഇനി മറ്റേതിലെത്തിച്ചാൽ കത്തുന്ന തീ
ചുവന്ന മണ്ണ്, ആയുധങ്ങൾ, പോലീസ് വാഹനം ഇതവ കണ്ടാൽ 9 എന്ന അക്കം കൂടുതൽ നമ്പർ എടുക്കുക, അവസാനത്തെ അക്കം 9 ആയിരിക്കുക. ഇനി കിണർ, കുളം മുതലായവ നിറഞ്ഞൊഴുകുന്നതായി കണ്ടാൽ, അതുപോലെ തന്നെ തെയ്യങ്ങളെ കണ്ടാൽ 0 എന്നുള്ള അക്കം കൂടുതൽ ടിക്കറ്റ് എടുക്കുക, അവസാനത്തെ അക്കം 0 ആയിരിക്കണം. ഇതാണ് നമ്പറിനെ പറ്റി പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നമ്പർ അടിക്കുന്നത് കേരളത്തിൻ്റെ ടിക്കറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഏറ്റവും അധികം അടിക്കുന്ന ബ്ലോക്ക് 8-ൻ്റെതാണ്. ഏറ്റവും കൂടുതൽ അടിക്കുന്ന 84, 47, 84, 72, 84, 31, 85, 86, അങ്ങനെ 8-ൻ്റെ ഒരുപാട് ബ്ലോക്ക് അടിക്കുന്നത് കേരളത്തിൻ്റെ ടിക്കറ്റിൽ കാണാം. 4-ൻ്റെതും അടിക്കും. 4-ൻ്റെ ഒരു ദിവസം 2 ദിവസം 4-ൻ്റെ ബ്ലോക്ക് അടിച്ചില്ലെങ്കിൽ 3-ാമത്തെ ദിവസം 3-4 നമ്പറുകൾ 4-ൻ്റെ ബ്ലോക്ക് അടിക്കും. ഏറ്റവും അടിക്കൽ കുറഞ്ഞത് 1, 3 എന്ന സംഖ്യയാണ്. 1-നും 3-നും ഉള്ള ബ്ലോക്കുകൾ അടിക്കാൻ വളരെ പ്രയാസമാണ്. അതുപോലെ തന്നെ 4, 0, 0, 150 മുതൽ 89 വരെയുള്ള നമ്പറുകൾ വളരെ ചുരുക്കം മാത്രമേ അടിക്കൂ. പ്രിയ പ്രേക്ഷകരെ, ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഓരോ മാസത്തെയും റിസൾട്ട് എടുത്തു നോക്കിയിട്ട് നിങ്ങൾ വിശ്വസിക്കുക. അത് മാത്രമല്ല, നിങ്ങൾ യുക്തിക്ക് നിരക്കുന്നതാണെങ്കിൽ മാത്രമേ നിങ്ങൾ വിശ്വസിക്കേണ്ടൂ. ഇന്നിപ്പോൾ ഇവിടെ പറയുകയെന്ന് വെച്ചാൽ ഒരുപാട് പേർ ഈ പൈസ കിട്ടുന്നില്ല എന്ന് കാണിക്കുന്നുണ്ട്. എനിക്ക് സ്വപ്നത്തിൽ കണ്ടൊരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ട്, ഈ നറുക്കെടുപ്പ് സുതാര്യമല്ലെന്നും ഇതെന്തോ ഒരു പിഴവ് എവിടെയോ ഉണ്ടെന്നും സ്വപ്നത്തിൽ കാണിക്കുന്നു. അതുകൊണ്ട് ഒരുപാട് ആളുകൾ ഉപജീവനം കഴിക്കുന്ന ഈ ലോട്ടറിനെ ഇന്നത്തെ നറുക്കെടുപ്പ് മിഷൻ മാറ്റി മറ്റൊരു മിഷൻ സ്ഥാപിക്കുക, അല്ലെങ്കിൽ ഈ നറുക്കെടുപ്പ് രീതി മാറ്റി പുതിയൊരു രീതി കണ്ടുപിടിക്കുക. അതുമാത്രമല്ല, ഈ ഇപ്പോഴുള്ള ഡെപ്യൂട്ടി ഡയറക്ടർ അടക്കം എല്ലാവരെയും ജീവനക്കാരെയും മാറ്റി പകരം ആളുകൾ നിയമിക്കുക. അതുപോലെ തന്നെ ഇതും സാധിക്കുന്നില്ലെങ്കിൽ ഡയറക്ടർ തന്നെ നേരിട്ട് നറുക്കെടുപ്പിന് സാക്ഷ്യം വയ്ക്കുക. ഓരോ ദിവസവും ജനങ്ങളുടെ സംശയം ദൂരീകരിക്കണം. മാത്രമല്ല, വികലാംഗർ മറ്റ് ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്ന ഒരു വ്യവസായം ലോട്ടറി വ്യവസായം. അതുമാത്രം ഒരുപാട് കോടികൾ ഖജനാവിലേക്ക് വരുന്നതാണ്. ഒരു പൊന്മുട്ടയിടുന്ന താറാവാണ് ഈ ലോട്ടറി. ഒന്നേ പറയാനുള്ളൂ, ഈ പൊന്മുട്ട ഇടുന്ന താറാവിനെ കൊല്ലരുത്. പ്രിയ പ്രേക്ഷകരെ, എൻ്റെ വീഡിയോ അവസാനിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം. എൻ്റെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.